ആരാണ് കൂടുതൽ നികുതി അടയ്ക്കുന്നത്? സാധാരണക്കാരനാണോ അതോ ഒരു കമ്പനിയാണോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആദായ നികുതി നൽകുന്നത് ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആഡംബര കാറുകളും വലിയ വീടുകളും ഉള്ള ഒരു കോർപ്പറേറ്റ് ആണോ അതോ ഒരു സാധാരണക്കാരനാണോ? എന്താണ് നിങ്ങൾ കരുതുന്നത്? ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാകും കോടികൾ വരുമാനമുള്ള ഒരു കോർപ്പറേറ്റുകാരനാണ് നികുതി നൽകുന്നത്, ഈ സാധാരണക്കാരന്റെ കയ്യിൽ എന്തുണ്ടാവാനെന്നല്ലേ? സത്യം അതല്ല. ഈ സാധാരണക്കാർ കോർപ്പറേറ്റ് കമ്പനിയേക്കാളും അധികം നികുതി അടയ്ക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. 2022 മാത്രം കോർപ്പറേറ്റ് കമ്പനികൾ ടാക്സ് ആയിട്ട് കൊടുത്തത് ഏതാണ്ട് 7,12,000 കോടിയാണ്. എന്നാൽ സാധാരണക്കാരന് ടാക്സ് ആയിട്ട് കൊടുത്തത് 6,70,000 കോടി. 2023 കോർപ്പറേറ്റ് കമ്പനികൾ 8,24,000 കോടിയാണ് ടാക്സ് ആയിട്ട് കൊടുത്തത്. അതുപോലെ സാധാരണക്കാർ 8,04,000 കോടിയും. എന്നാൽ 2024 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾ ഏതാണ്ട് 9,80,000 കോടിയും സാധാരണക്കാരന് 12 ലക്ഷം കോടിയുമാണ് ടാക്സ് ആയിട്ട് കൊടുത്തത്. എന്നാൽ 2026 പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് കോർപ്പറേറ്റുകൾക്ക് 10,82,000 കോടിയും സാധാരണക്കാരന് 13,50,000 കോടിയുമാണ്. 2024 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ കോർപ്പറേറ്റ് കമ്പനിയെക്കാളും 2,24,000 കോടി അധികം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 2024 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് കമ്പനിയെക്കാളും സാധാരണക്കാർ 2 ലക്ഷം കോടി അധികം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 2026 അത് 2.5 ലക്ഷം കോടി മുതൽ 3 ലക്ഷം കോടി വരെ ആവാൻ ചാൻസ് ഉണ്ട്. ഓരോ വർഷവും 1 ലക്ഷം കോടി വർധനവാണ് സാധാരണക്കാർ കൊടുക്കുന്ന നികുതിയിൽ വരുന്നത്. മൊത്തം നികുതി വരുമാനത്തിൽ കോർപ്പറേറ്റ് കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ഏതാണ്ട് 24 മുതൽ 27% വരെയാണ്. അവിടെ 2022 ഏതാണ്ട് 24% സാധാരണക്കാർ കൊടുത്തതെങ്കിൽ ഇപ്പോഴത് 32% ഉയർന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. നിങ്ങളെ സാധാരണക്കാരനായ ഇൻകം ടാക്സ് അടിക്കുന്ന സുഹൃത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യും.